நம்ம முதல்ல படக்குறது ஒக்கலாமாதா. ஒக்கலாமாதா வந்து பெருமாளோட அம்மா, சீனிவாச பெருமாள் அம்மா தான் ஒக்கலாமாதா. பெருமாள் வந்து மொத்தம் வந்து 10 அவதாரம் பெருமாள். மகாவிஷ்ணு அவதாரம் வந்து மொத்தமாக 10 அவதாரம் பெருமாள். அதில் வந்து திரேத்ராயுகத்தில் வந்து ராமோதாரம் பெருமாள். ராமோதாரம் வந்து கௌசல்யா தேவி அம்மா மதர். துவாபரயுகத்தில் கிருஷ்ணாவதாரம் இருக்கக்கூடிய பெருமாள் அப்போ வந்து யசோதா தேவி மதர். கலியுகத்தில் வந்து வெங்கடேஸ்வர ஸ்ரீனிவாச பெருமாள் அம்மா தான் ஒக்கலாமாதா. இந்த கோயிலை புதுசாக கட்டியாச்சு. இப்போ கோயில் கட்டி 8 மாதம் தான் ஆயிடுச்சு. கோயில் கட்டி ஓப்பன் பண்ணுறாங்க. அது வந்து கோயில் வந்து ஹில் ஸ்டேஷன் மேலே ஏறணும். இப்போ ஸ்லோப் இருக்குது. மேலே கோயிலுக்கு போனோம்னா ஸ்லோப்பிங் இருக்குது. நாட்டு பைசன்னா மேலே ஏற முடியாது. அவங்க மட்டும் பஸ்ஸில் உட்காந்து எல்லாமே எனக்கு போடுவாங்க. செல்ஃபோனுக்கு சுவிட்ச் ஆஃப் பண்ணிக்கோ. அலோடு இருக்குது சார் கோயிலுக்கு. சுவிட்ச் ஆஃப் பண்ணிக்கோ. செப்பல் போட்டு எதுக்குன்னா வெயில் ஜாஸ்தியாக இருக்குது, நடக்க முடியாது. எனக்கு போடுவாங்க. நான் கோயில் பார்த்துட்டு கீழே கூட்டி வரேன். സോ ഇപ്പോൾ നമ്മുടെ ഗൈഡ് പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് ടെമ്പിൾ എന്ന് പറഞ്ഞാൽ ഒക്കലമാതാ ദേവി ടെമ്പിൾ. അങ്ങനെ ഈ അമ്പലത്തിനെ കുറിച്ച് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ത്രേതായുഗത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണന് ജനനം നൽകിയ അമ്മയായ ദേവകിയാണെങ്കിൽ പോലും വളർത്തമ്മയായി യശോദയാണ് ഭഗവാൻ ശ്രീകൃഷ്ണനെ വളർത്തിയത്. അതിൻ്റെ ഒരു സങ്കടം എന്നും യശോദയ്ക്കുണ്ടായിരുന്നു. അപ്പോൾ ആ സങ്കടം ഭഗവാൻ ശ്രീകൃഷ്ണനോട് പറയുകയും ഭഗവാൻ ശ്രീകൃഷ്ണൻ തൻ്റെ വളർത്തമ്മയായ യശോദയ്ക്ക് ഒരു വരം നൽകുകയും ചെയ്യുന്നു. എന്ത് വരം എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ജന്മത്തിൽ, അതായത് കലിയുഗത്തിൽ ഭഗവാൻ ഭൂമിയിൽ അവതരിക്കുമ്പോൾ തനിക്ക് ജന്മം നൽകുന്ന അമ്മയായി യശോദയുടെ സാന്നിധ്യം അവിടെ ഉണ്ടാകും എന്ന വരമാണ് ഭഗവാൻ യശോദയ്ക്ക് നൽകിയത്. ആ വാക്ക് പാലിച്ചുകൊണ്ട് ഭഗവാൻ ഒക്കലാമാതാ ദേവിയിലൂടെ കലിയുഗത്തിൽ ഭൂമിയിൽ ജനിക്കുന്നു. ഭഗവാന്റെ കലിയുഗ അവതാരമായ വെങ്കടേശ്വര സ്വാമിയുടെ അമ്മയായ ഒക്കലാമാതാ ദേവിയുടെ അമ്പലമാണിത്. ചെരുപ്പ് ഇവിടെ ഇട്ടിട്ടാ പോകേണ്ടതെന്നാ പറയുന്നത്. ചെരുപ്പ് ഇവിടെ ഇട്ടിട്ട് പോവാം. ഒരുപാട് പിൽഗ്രിംസ് വരുന്നുണ്ട്. എനിക്കിവിടെ അറിയാൻ പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം ആൾക്കാർ കുറവാണെന്നാണ് പറയുന്നത്. ആന്ധ്രാപ്രദേശിൻ്റെ +2 എക്സാംസ് നടക്കുന്നുണ്ട്. മോര് കൊടുക്കുന്നുണ്ട് ഫ്രീ ആയിട്ട്. സോ ഹാഫ് ആൻ അവറാണ് നമുക്ക് സമയം പറഞ്ഞേക്കുന്നത് ഈ അമ്പലം വിസിറ്റ് ചെയ്തിട്ട് വരാനായിട്ട്. സൈഡൊക്കെ നോക്കുക, ഭയങ്കര നല്ല അടിപൊളിയായിട്ട് ഗാർഡനിങ് ഒക്കെ ചെയ്തിരുന്നു. സൂപ്പർവാണ് ഗാർഡനിങ് ഒക്കെ ചെയ്തിരിക്കുന്നത്. കണ്ടോ, ഈ അമ്പലം നിർമ്മിച്ചിട്ട് ഏകദേശം 8 മാസം ആയെന്നേ പറയുന്നുള്ളൂ. പക്ഷേ ഞാനും ഫാമിലിയായിട്ട് വന്നപ്പോഴത്തേക്ക് ഏകദേശം കഴിഞ്ഞ ഓണത്തിൻ്റെ ടൈമാണെന്ന് തോന്നുന്നു, ഓഗസ്റ്റിൽ. ആ സമയത്ത് വന്നപ്പോഴും ഞങ്ങളിവിടെ വിസിറ്റ് ചെയ്തായിരുന്നു. ഗുഡ്. ഇതൊരു വ്യൂ നോക്കുക, അടിപൊളി വ്യൂ ആണ്. സൂപ്പർ വ്യൂ ആണ്. സൂപ്പർ വ്യൂ ആണ്. കണ്ടോ, ചുറ്റും ഒരു മലനിരപ്പിൻ്റെ ഇടയിലാണ് ഈ ഒരു പ്രദേശം സ്ഥിതി ചെയ്യുന്നത്. പാർക്കിങ്ങിനൊക്കെ നല്ല വാസ്റ്റായിട്ടുള്ളൊരു ഏരിയ തന്നെ അവർ കൊടുത്തിട്ടുണ്ട്. ഗാർഡനിങ് ഒക്കെ സൂപ്പർ ഗാർഡനിങ്. ഈ ഈ ഈ തിരുപ്പതി ഡിസ്ട്രിക്റ്റിൻ്റെ ഒരു ഗുണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ക്ലീനാണ് ഈ ഏരിയ ഒക്കെ. ദേ ഗിവ് മോർ ഇമ്പോർട്ടൻസ് ടു ഹൈജീൻ. നമ്മളിങ്ങനെ മേളിലോട്ട് പോകുന്തോറും ആ ഒരു സീനറിയുടെ ഒരു ബ്യൂട്ടി കൂടി വരുവാണ് കേട്ടോ. മലനിരപ്പ് എന്ന് പറഞ്ഞാൽ നല്ല മലനിരപ്പാണ് കേട്ടോ. എന്താ ഡ്രിങ്കിങ് വാട്ടർ ഫെസിലിറ്റി ഉണ്ട് ഇവിടെ. എന്ത് സൂപ്പർ ഗോപുരമാണെന്നറിയോ.
രാജഗോപുരം. ഇതിനകത്താണ് ഗൈസ്, അമ്പലത്തിനകത്ത് വീഡിയോ എടുക്കാൻ പറ്റില്ല. സോ ഞാൻ അകത്ത് പോയിട്ട് വന്നിട്ട് ബാക്കി കണ്ടിന്യൂ ചെയ്യാം. 15 minutes later. പ്രസാദം കൊടുക്കുന്നുണ്ട് ഗൈസ്. താങ്ക് യു. പായസം വന്നു. പൊങ്കലാ ഗൈസ്, നെയ്യൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഹാൻഡ് വാഷ് ചെയ്യാനും ഡ്രിങ്കിങ് വാട്ടർ ഫെസിലിറ്റി അവൈലബിൾ ആണ്. സോ ഇവരുടെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ തന്നെ അടിപൊളിയാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെടുത്താൻ. കണ്ടോ, പെരുമല ഹിൽ സ്റ്റേഷൻ. പെരുമല പഠിக்கிற மாதிரி இருக்கும். മൂഞ്ചി இருக்குது, ചെസ്റ്റോ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഈ മലയുടെ ഷേപ്പ് ആക്ച്വലി നമ്മുടെ അന്തസൈന പൊസിഷനിൽ പത്മനാഭസ്വാമി കിടക്കുന്ന പോലെ ആയിരിക്കുന്നതെന്നാണ് പറയുന്നത്. നോക്കണം, നല്ല അറിയാൻ പറ്റുള്ളൂ. ഫസ്റ്റ് ഫേസ്, അത് ഫേസാണെന്നാണ് പറയുന്നത്. ചെസ്റ്റ് ഓക്കെ. ഈ സൈഡ് ഫേസും പിന്നെ ചെസ്റ്റ് പിന്നെ നാഭികമലം പിന്നെ അങ്ങോട്ട് പോകുന്നതെന്നാണ് പറയുന്നത്. അതായത് പെരുമാൾ കിടക്കുന്ന പോലെയാ ഈ മലയുടെ ആകൃതി എന്നാണ് പറയുന്നത്. സോ ഈ അമ്പലത്തിൽ കൊണ്ടുവരുമ്പോൾ തന്നെ ഈ ഗൈഡ് തന്നെ പറയുന്നുണ്ട്, ഹാർട്ട് പേഷ്യൻസ്, പ്രഗ്നൻറ്റ് ലേഡീസ് ആരും വരണ്ട, ബസ്സിൽ തന്നെ വെയിറ്റ് ചെയ്താൽ മതി എന്നൊരു അഡ്വൈസ് തരുന്നുണ്ട്. കാരണം ഇത്രയും സ്ലോപ്പായിട്ട് കയറുന്നതും ഇറങ്ങുന്നതും ദേ മൈറ്റ് ഗെറ്റ് സ്ട്രെസ്ഫുൾ, അതുകൊണ്ടായിരിക്കാം. പിന്നെ ആ സൈഡൊക്കെ ഭയങ്കര വ്യൂ ആണ് ഗൈസ്. ആ സൈഡൊക്കെ ഭയങ്കര കട്ട വ്യൂ ആണ്. ഞങ്ങൾ ലാസ്റ്റ് ടൈം വന്നപ്പോൾ അമ്പലത്തിൻ്റെ ആ സൈഡിൽ നമ്മളിപ്പോൾ വിടുന്നില്ല, മേളിൽ ലെഫ്റ്റ് സൈഡിലായിട്ട്. പക്ഷേ ഞങ്ങൾ ഫാമിലിയായിട്ട് വന്ന സമയത്ത് ആ സൈഡിലൊക്കെ പോയായിരുന്നു. ഞങ്ങൾ ഫാമിലിയായിട്ട് ഫോട്ടോ ഒക്കെ എടുത്തായിരുന്നു. ആ സൈഡ് കട്ട ഭയങ്കര വ്യൂ ആണ്. ഞാൻ കാണിച്ചു തരാം. കാല് ഭയങ്കരമായിട്ട് ചൂടുന്നുണ്ട് ഗൈസ്. വെറും കാലിൽ നടക്കുവാണ്. കണ്ടോ, എല്ലാം കൊണ്ട് സൂപ്പറാണ്. കണ്ടോ, ബാക്കിലൊരു തടാകം പോലെ എന്തോ ഉണ്ടെന്നാണ് തോന്നുന്നത്. ഞാനത് കഴിഞ്ഞ പ്രാവശ്യം ശ്രദ്ധിച്ചില്ല തോന്നുന്നു. കണ്ടോ, പറേ ഓക്കെ പോയിട്ടല്ല. ഓ ഇവിടുത്തത് കഴിഞ്ഞു. നല്ല ചൂടുണ്ട്, ചെരുപ്പിടാണ്ട് പറ്റില്ല ഗൈസ്. നമ്മൾ സ്റ്റിൽ അണ്ടർ കൺസ്ട്രക്ഷനിലാണ്. ഇപ്പോൾ ഇവിടെ ഒരു കുളം പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് ചോദിച്ചപ്പോഴത്തേക്ക് ഒരു താമരക്കുളം പോലെ ആക്കാനുള്ളൊരു തീരുമാനത്തിലാണ് അവർ. ആക്ച്വലി സ്റ്റിൽ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. പിന്നെ ചുറ്റും ഒരുപാട് ഗാർഡൻ ഏരിയാസ്, ഈ മണൽ പോലെ കിടക്കുന്നതിൻ്റെ അവിടെ മൊത്തം ഗ്രാസ് സെറ്റ് ചെയ്യാൻ പോകുന്നതൊക്കെയാണ് പറയുന്നത്. വെൽ ഇറ്റ്സ് എ ഗുഡ് ടെമ്പിൾ. ഭയങ്കര ചൂടാണ് ഗൈസ്. നമ്മൾ വീണ്ടും ബസ്സിൽ കയറിയിട്ടുണ്ട്, ബസ് എടുത്തു. ഓഫ് ടു നെക്സ്റ്റ് ടെമ്പിൾ, അടുത്ത ടെമ്പിളിലോട്ട് പോവാണ്. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നാളെ നമുക്ക് കാണാം ഞാൻ ലോക്കൽ ആന്ധ്രാപ്രദേശ് സൈറ്റ് സീയിങ്ങിൽ ഏതൊക്കെ ടെമ്പിൾസ് വിസിറ്റ് ചെയ്തു, ആ ടെമ്പിൾസിൻ്റെ സ്പെഷ്യാലിറ്റി എന്തൊക്കെയാണ്, മറ്റ് പല ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങൾ എന്തൊക്കെ നടത്തുന്നുള്ള കാര്യം നമുക്ക് ഉടൻ കാണാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ താഴെ, അതായത് കീഴ് തിരുപ്പതിയിൽ നിന്ന് മേൽ തിരുപ്പതി വരെ 7 മലകൾ നമ്മൾ നടന്ന് കയറി അങ്ങ് മേൽ തിരുപ്പതിയിലോട്ട് ചെന്ന് ബാലാജിയെ ദർശനം എടുക്കുന്നുണ്ട്. സോ ആ പോകുന്ന വഴിയിലോട്ടുള്ള കാഴ്ചകളും എല്ലാം ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നതാണ്. പിന്നെ മേളിൽ അമ്പലത്തിൻ്റെ സൈഡും പിൽഗ്രിംസ് വന്ന് വിസിറ്റ് ചെയ്യുമ്പോൾ കാണുന്ന എല്ലാ കാഴ്ചകളും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. പിന്നെ ആ സൈഡിലുള്ള കമ്പോളങ്ങളും ഷോപ്പിംഗ്സിൻ്റെ രീതികളും എല്ലാം കാണിച്ച് റിട്ടേൺ വരുന്നുള്ള കാഴ്ചകൾ ഞാനൊരു എപ്പിസോഡ് രീതിക്ക് ഇടുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൈൻഡ്ലി ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, പിന്നെ ആ കുഞ്ഞ് ബെല്ലൈക്കൺ ഒന്ന് തട്ടി വിട്ടേക്കണേ. ചിയേഴ്സ്. അപ്പോൾ ഓക്കെ ഗൈസ്, വീണ്ടും മറ്റൊരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിൽ എത്തുന്നവരെ മീ സഞ്ജു ദേവ് സൈനിങ് ഓഫ് ഫ്രം ഇൻഫിനിറ്റി. ബൈ ബൈ.